CPM നേതാവ് ശ്രീ കെ അനിൽകുമാർ ടെലിഫോൺ ലൈനിൽ. ശ്രീ കെ അനിൽകുമാർ, ഇപ്പോൾ അലൈൻമെന്റ് മാറ്റണമെങ്കിൽ വേണമെങ്കിൽ തയ്യാറെന്നാണ്. അത് ആ മാറ്റത്തെക്കുറിച്ചുള്ളൊരു പഠനമോ എന്തെങ്കിലും ഇപ്പോൾ നടത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ ഒരു നീക്കം കേരളയിൽ നടത്തുന്നത്? അല്ല, നമ്മുടെ രാജ്യത്ത് അതിവേഗ തീവണ്ടിപ്പാതകളും അതിവേഗ തീവണ്ടിപ്പാതകളും അനിവാര്യമാണ് എന്ന കാര്യത്തിൽ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാത്രമല്ല എല്ലാവരും യോജിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതെ അതെ, അത് ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ മാത്രം ഒഴിവാക്കേണ്ടതാണ് എന്ന ചില ആളുകളുടെ ആവശ്യം കേരള വിരുദ്ധമാണ്. അതുകൊണ്ട് കേരള സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന്റെ അധികാരപരിധിപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കോർപ്പറേഷൻ രൂപീകരിച്ചു. 49% ഷെയറും കേന്ദ്രത്തിനാണ്, സംസ്ഥാനത്തിന് 51% ഉള്ളൂ. അതുകൊണ്ട് രണ്ട് സർക്കാരുകളും യോജിച്ചുകൊണ്ട് ഒരു പദ്ധതി ഉണ്ടാക്കാതെ ഇത് മുന്നോട്ട് പോകില്ല എന്ന നല്ല കാഴ്ചപ്പാട് LDF-നുണ്ട്. ഇവിടെയാണെങ്കിൽ തത്വത്തിൽ ഇക്കാര്യത്തിന് അംഗീകാരം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സ്ഥലം ഏറ്റെടുക്കാൻ വരെ കേന്ദ്ര സർക്കാർ നിർമ്മല സീതാരാമൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ട് കത്ത് നൽകുകയും ചെയ്തു. അതിനുശേഷം രാഷ്ട്രീയ കാരണങ്ങളിൽ അവർ പുറകോട്ട് പോയി. സ്വാഭാവികമായും കേരളത്തെ സംബന്ധിച്ച് BJP-യുടെ താല്പര്യങ്ങൾ അധികം മുന്നോട്ട് പോകുന്നതല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഈ എതിർപ്പ് അവസാനിപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ പ്രായോഗികമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും. എന്തായാലും നിലവിലുള്ള തീവണ്ടിപ്പാതയിൽ ഒരു വന്ദേ ഭാരത് കൂടി ഓടിക്കാൻ റെയിൽവേക്കാവില്ല. നിലവിലുള്ള തീവണ്ടിപ്പാത ഉപയോഗിച്ച് നമ്മുടെ നാട്ടിൽ കേരളയിൽ പോലെ അർദ്ധദ്വീപക തീവണ്ടിപ്പാതകൾ ഓടിക്കാൻ കഴിയും എന്ന് ആരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ശരി, എന്തായാലും ഇനിയിപ്പോൾ ഒരു വർഷമാണ് സർക്കാരിന് മുന്നിലുള്ള ഈ ഒരു കുറഞ്ഞ കാലപരിധിക്കുള്ളിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു എന്നൊരു നേട്ടത്തോടെ ഇറങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ സമയം വളരെ കുറവാണല്ലോ. അല്ല, പദ്ധതിക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തന്നെ കേരളത്തിന്റെ അധികാരം ഏൽപ്പിക്കണമെന്ന ബോധം ജനങ്ങൾ വികസിച്ചു വരികയാണ്. അതിന് കാരണം ആർക്കും കണ്ണടച്ച് ഇരുട്ടാക്കാനാവാത്ത വിധം നേട്ടങ്ങൾ കൺമുമ്പിലുണ്ട്. ഇതിന് തുടർച്ച വേണമെന്നൊരു ചോദ്യമാണുള്ളത്. ഇപ്പോ വയനാട്ടിലെ തുരങ്കപാത എന്തിനാണ് UDF എതിർക്കുന്നത്? മലയോര പാതയും തീരദേശ പാതയും എന്തിനാണ് UDF എതിർക്കുന്നത്? നമ്മുടെ നാട്ടിൽ റോഡിന്റെ ആവശ്യമില്ലേ? വളരുന്ന കേരളത്തിന് റോഡുകൾ വേണ്ടേ? എല്ലാ പദ്ധതികളും എതിർക്കുന്ന UDF-നെ ജനങ്ങൾ സ്വീകരിക്കില്ലല്ലോ. അപ്പോ ഇന്ത്യ രാജ്യത്തെമ്പാടും ഇപ്പൊ ബുള്ളറ്റ് ട്രെയിൻ വന്നു കഴിഞ്ഞു. അഹമ്മദാബാദ് ബോംബെ, അതുപോലെ ഹൈദരാബാദ് ചെന്നൈയിലേക്ക് വരികയാണ്, ബാംഗ്ലൂർ ചെന്നൈയിലേക്ക് വരികയാണ്. ഇതൊക്കെ ആവാം. കേരളത്തിൽ മാത്രം വന്ന പരിസ്ഥിതി തകരും. അതൊരു വാദം എത്ര കാലം ഇവർക്ക് കൊണ്ടു നടക്കുമെന്ന് നമുക്ക് ബുദ്ധിമുണ്ട്. ഈ അലൈൻമെന്റ് മാറ്റത്തിനൊക്കെ തയ്യാറാകുമ്പോഴും നമ്മൾ അങ്ങും കണ്ട പ്രതിഷേധങ്ങളുടെ ഒരു കാലമുണ്ടല്ലോ. അതിനെ അങ്ങനെ പൂർണ്ണമായും മാറ്റിവെച്ചുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ? ജനങ്ങളുടെ ഒരു വിശ്വാസം, ജനങ്ങളുടെ ആശങ്ക കറ്റൽ, അതൊക്കെ പ്രധാനമല്ലേ? എന്നിട്ടല്ലേ ഒരു അലൈൻമെന്റ് മാറ്റത്തെക്കുറിച്ച് പോലും ചിന്തിക്കാൻ കഴിയൂ? സത്യത്തിൽ ഇന്ത്യ രാജ്യത്ത് എവിടെങ്കിലും ഞങ്ങളുടെ സ്ഥലം കൂടി ഏറ്റെടുത്തിട്ട് പോകണം എന്ന് ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് സ്ഥലം ഏറ്റെടുക്കലിന്റെ ഘട്ടത്തിൽ നമ്മളിപ്പോ കണ്ടല്ലേ തിരുവനന്തപുരത്ത് അവിടെ സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യം വരുമ്പോൾ വെളുപ്പിശാലയിൽ ഞങ്ങളുടെ സ്ഥലം എന്തുകൊണ്ട് എടുക്കുന്നില്ല, ഞങ്ങളുടെ സ്ഥലം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരമാണ് അവിടെ. കാരണം കേരളത്തിൽ കൊടുക്കുന്ന പാക്കേജ് എന്ന് പറയുന്ന ഉയർന്ന പാക്കേജാണ്. സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി വ്യക്തമാക്കിയല്ലോ, എന്താണോ നിയമപ്രകാരമുള്ളത് അതിനേക്കാൾ അധികമായ ബോണസ് കൊടുത്തുകൊണ്ട് എല്ലാവരെയും സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയമായി സമരത്തിറങ്ങി മാധ്യമങ്ങളെല്ലാവരും പിന്തുണ കൊടുത്തു. എത്ര കാലം അങ്ങനെ പിന്തുണ കൊടുത്ത് നിൽക്കാൻ പറ്റും എന്നുള്ളത് മാധ്യമങ്ങൾ ആലോചിക്കുക. എന്തായാലും വന്ദേ ഭാരതോടുകൂടി കാര്യങ്ങൾ വ്യക്തത വന്നു. മൂന്നാമതൊരു ട്രെയിൻ കൂടി ഓടിക്കാനാവാത്ത വിധമാണ് കേരളത്തിലെ കൺജഷൻ. ഇന്ത്യ രാജ്യത്തെ സർക്കാരിന് കേരളത്തിൽ തീവണ്ടിപ്പാത വികസിപ്പിക്കുന്നതിന് പദ്ധതിയില്ല. 3000 കോടി തന്നു എന്ന് പറഞ്ഞാൽ എത്ര കാലം കൊണ്ട് നടക്കുന്ന കാര്യം ഇത്? ഇതൊക്കെ ചുമ്മാ പറയുകയാണ്. ഫലത്തിൽ പണം തരുന്നില്ല. അപ്പൊ കേരളത്തിന് പണം അനുവദിക്കാൻ കേന്ദ്രം തയ്യാറല്ല. സംസ്ഥാനം മുൻകൈ എടുത്തുകൊണ്ട് 35 സ്റ്റേഷനുകളുടെ നവീകരണം നടക്കുന്നു, അങ്ങനെയുള്ള പണികൾ നടക്കുന്നുണ്ടല്ലോ. അതിനൊക്കെയല്ലേ ഈ പണം? അല്ല, നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പ്രധാനമായും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1 ഇഞ്ച് തീവണ്ടിപ്പാത കേരളത്തിൽ പുതുതായി സ്ഥാപിക്കുന്നുണ്ടോ? കഴിഞ്ഞ 30 കൊല്ലത്തിനിടയ്ക്ക് 1 ഇഞ്ച് തീവണ്ടിപ്പാത പുതുതായിട്ട് കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടോ? അതേസമയം മദ്രാസിലേക്ക് എല്ലാം 4 വരി പാതയായിരിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല ഈ കുഴപ്പങ്ങളെല്ലാം ഉള്ളത്. കേരളത്തിൽ മാത്രമല്ല ഈ തർക്കമല്ല ഉള്ളത്.
എന്തിനാ തീവണ്ടി ഇന്ത്യ രാജ്യത്ത് എവിടെയാ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കാത്തത്? റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കുന്നത് തീവണ്ടി റെയിൽവേയുടെ ചുമതലയാണ്. കാരണം അവരതിന് ലാഭം എടുക്കുന്നുണ്ട്. അവർ യാത്രക്കാർക്ക് മതിയായ സൗകര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട റെയിൽവേയുടെ ചുമതലയല്ലേ? അത് ആധുനിക ജനാധിപത്യ സമൂഹത്തിനകത്ത് ആധുനിക മനുഷ്യന്റെ ജീവിത പരിസരം വികസിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ വികസിക്കുന്നത് അവിടെ കൂടുതൽ ആളുകൾ വരുന്നത് കൊണ്ടാണ്. പണ്ടുള്ള പോലില്ല, ഇന്ത്യ ധാരാളം ആളുകൾ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട്. അല്ല, അങ്ങ് പറഞ്ഞത് ഇതൊക്കെ ചുമ്മാ പറയാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഇതൊക്കെ പൈസ തരുന്നു, വികസനങ്ങൾ നടക്കുന്നു, പുതിയ കാലത്ത് വേണ്ട മാറ്റങ്ങൾ റെയിൽവേ ഏതൊക്കെ സംസ്ഥാനം എല്ലാ രാജ്യത്തെ എല്ലായിടങ്ങളിലും ചെയ്യുന്ന പോലെ കേരളത്തിലും ഉണ്ട് എന്ന് സൂചിപ്പിച്ചതാണ്. അത് തെറ്റാണ്. രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുന്ന പോലെ കേരളത്തിലില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ സിൽവർ ലൈൻ തന്നെ സ്ഥലം ഏറ്റെടുക്കാൻ പോയപ്പോൾ ഉണ്ടായ പുകലൊക്കെ കണ്ടതാണല്ലോ. ഇപ്പൊ റെയിൽവേക്ക് 2 ലൈൻ അഡീഷണൽ ലൈൻ വേണമെങ്കിൽ കേരളം പോലെ ഈ ചെറിയ സ്ഥലത്ത് എങ്ങനെ സ്ഥലം ഏറ്റെടുക്കുക എന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ. ജനങ്ങൾക്ക് തങ്ങളുടെ വീടും സ്ഥലവും എല്ലാം നഷ്ടപ്പെടുന്നു. ആ ആശങ്കയെ പരിഹരിക്കാൻ വേണ്ട ഇടപെടലുണ്ട്. ഇപ്പൊ അന്ന് ഈ മഞ്ഞക്കുറ്റി സ്ഥാപിക്കല് ജനങ്ങളുടെ ആശങ്കയെ പരിഹരിച്ചുകൊണ്ടല്ലോ സ്ഥാപിച്ച്, നേരെ വീട്ടുമുറ്റത്തും അല്ലെങ്കിൽ അടുക്കളയുടെ മുമ്പിൽ സ്ഥാപിച്ചപ്പോഴല്ലേ ആളുകൾ ആശങ്കപ്പെട്ടത്. അവസാനം ലോൺ എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ആളുകൾ പോയത് അങ്ങ് കണ്ടതാണല്ലോ. അതിൽ രാഷ്ട്രീയം കാണേണ്ട ആവശ്യമില്ല. അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, കോട്ടയം വഴിയുള്ള തീവണ്ടി പാത ഇരട്ടിപ്പിച്ചിട്ട് 5 കൊല്ലമായുള്ളൂ. 5 കൊല്ലത്തിനിടയ്ക്കാണ്. ഈ 5 വർഷത്തിനിടയ്ക്ക് കോട്ടയം വഴിയുള്ള തീവണ്ടി പാത ഇരട്ടിപ്പിച്ചതിന് മഞ്ഞക്കുത്തി വന്നോ? ആരെങ്കിലും തടയാൻ വന്നോ? ഇപ്പൊ തന്നെ ആലപ്പുഴ പറവൂർ റൂട്ടില് തീവണ്ടി പാത ഇരട്ടിപ്പിക്കലിന് അക്വിസ്റ്റേഷൻ നടപടി നടക്കുകയാണ്. എവിടെങ്കിലും സമരമുണ്ടോ? അവിടെ ഇല്ലാത്തൊരു സമരം എന്തുകൊണ്ട് കേരളയിൽ വന്നു? അത് രാഷ്ട്രീയ പ്രേരിതാണ്. കേരളയിലെ സമരം മുഴുവൻ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ആരാണ് രാഷ്ട്രീയമായി ഉപയോഗിക്കാത്ത ഏത് പ്രതിഷേധവും അതാത് പാർട്ടികൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ അതാത് രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം അതിനെ അങ്ങനെ ജനങ്ങളുടെ പ്രതിഷേധം അല്ല എന്ന് പറയല്ലേ, രാഷ്ട്രീയ പ്രേരിതം എന്ന് മാത്രം ഒതുക്കല്ലേ? അല്ലല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളെന്ന പേരിൽ ആളുകളെ രംഗത്തിറക്കി ആളുകളെ ബ്രാൻഡാക്കി മാറ്റി അവിടെ ഈ വികസനം തകർക്കാൻ നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട്. പണ്ടുണ്ടായിരുന്നല്ലോ, ജയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ തന്നെ രംഗത്തിറങ്ങിയത്. ദേശീയപാത ഇതുപോലെ എത്ര അടുക്കള പൊളിച്ചിട്ടാ ദേശീയപാത ഉണ്ടാക്കിയത്? എത്ര വീട് പൊളിച്ചിട്ടാ ദേശീയപാത ഉണ്ടാക്കിയത്? അങ്ങനെ വീട് പൊളിച്ച് ദേശീയപാതയ്ക്ക് സ്ഥലം തന്നവരെല്ലാം അതിനേക്കാൾ മെച്ചപ്പെട്ട വീട് നിർമ്മിച്ചു കഴിഞ്ഞു. കുമാർ, അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് കാലങ്ങളിലേക്ക് പിന്നിലേക്കും പറയണ്ടേ? ജനങ്ങൾ എന്ന പേരിൽ ആളുകളെ അണിനിരത്തി എന്തൊക്കെ വികസന കാര്യങ്ങളിൽ ഇപ്പോൾ പരിഹാസ രൂപത്തിൽ പറയുന്ന പല കാര്യങ്ങളിൽ പോലും CPM എങ്ങനെയാണ് എതിർത്ത് നിന്നത്, പിന്നീട് അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അയ്യോ, അതൊക്കെ അന്ധവിശ്വാസവും മുൻവിധിയാണ്. എന്താ കാരണം എന്നറിയോ? കേരളത്തിലെ ഏത് വികസനത്തെയാണ് CPM എതിർത്തത്? CPM പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ടാണ് നടപ്പാക്കേണ്ടത്. ഞങ്ങൾ ജനങ്ങളുടെ ആശങ്കക്കൊപ്പം നിന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഇപ്പൊ ഇന്ന് കേരളത്തിനകത്ത് ഇതേ രീതിയിൽ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ? ഇവിടെ ഹരിത കേരള മിഷൻ പാടില്ല, ആർദ്രം മിഷൻ പാടില്ല, കേരള ബാങ്ക് പാടില്ല, K-ഫോൺ പദ്ധതി വേണ്ട, ദേശീയപാത വേണ്ട, മലയോര പാത വേണ്ട, റെയിൽ പൈപ്പ് വേണ്ട.